സവാള വിചാരധാരയിലെ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ജയരാജ് കൂട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു ജയരാജനെ. കാരണം ഇപ്പൊ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം അള്ളാഹു മിത്താണെന്ന് പറഞ്ഞല്ലോ. നിവൃത്തികേട് കൊണ്ട് ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ആദ്യം ചിലരങ്ങനെ കരുതുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് ഫോക്കസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹു മിത്താണെന്ന് പറയേണ്ടി വന്നു. യു ആർ റിയലി സ്മാർട്ട്. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് തന്നെ അദ്ദേഹം യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉരുളലാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ വിചാരധാരയെ ഉദ്ധരിക്കുന്നു, ഒപ്പം തന്നെ താങ്കൾ ഖുർആൻ ഉദ്ധരിക്കാൻ തയ്യാറുണ്ടോ? അയ്യോ അത് വേണ്ട. പരമത വിദ്വേഷം ഏറ്റവും ശക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖുർആനാണ്. ബഹുദൈവ വിശ്വാസികളെയും വിഗ്രഹാരാധകരെയും കാണുന്നിടത്ത് ചുവട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ ഖുർആനല്ലേ? നിങ്ങൾ ക്രിസ്ത്യാനിയെയും യഹൂദനെയും മിത്രമംഗളാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഖുർആനല്ലേ? ആ ഖുർആൻ ഉദ്ധരിക്കാനായിട്ട് ജയരാജനെ ഞാൻ നട്ടലുണ്ടോ? ജയരാജന് നട്ടല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ജയരാജന് ഓൺ ദ സ്പോട്ടിലാണ് എനിക്ക് മറുപടി വേണ്ടത്. ഡു യു ഹാവ് ദ സ്പൈൻ? എനിക്ക് പ്രഷർ ഇങ്ങനെ കയറും. പ്രഷറുള്ളതാണ് ഈ പ്രഷർ ഇങ്ങനെ കയറി കഴിയുന്നതിലോട്ട്. അതെ, ഞാൻ പറയാം. ഐ ബിലോങ് ടു എ പേഗൻ റിലിജിയൻ. ഞാൻ ഒരു ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്ക് സെമറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന കാര്യമില്ല. ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ശരി തന്നെ, ഇസ്ലാം ആണെങ്കിലും ശരി തന്നെ. അവരുടെ നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അവരുടെ മതവിശ്വാസങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസികളുടെ വിചാരങ്ങൾ വേറെയാണ്. ഞാൻ നമിച്ചു താങ്കളെ. താങ്കൾക്ക് അതറിയൂടെ സെമറ്റിക് മതങ്ങളെ എങ്ങനെയാണ് പേഗൻ റിലീജിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? നീ കൂടുതൽ കോനായിരിക്കണ്ട. സെമറ്റിക് കെവിൻ പീറ്ററെ, എന്റെ ചോദ്യം ജയരാജന്റെ ചങ്കത്താണ് കൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിനെ കുറിച്ചാണ്. ഞാനിപ്പോ പറഞ്ഞത് വിചാരധാര എന്ന് പറയുന്നത് 100 വർഷം പോലും പഴക്കമില്ലാത്ത ഒരു ഇന്ത്യക്കാരൻ പുസ്തകത്തിനെ കുറിച്ചാണ്. ആശാനെ, ഈ വിദ്യ ഒന്നും വിദ്യാന്റെ അടുത്ത് നടക്കത്തില്ല. മറ്റേതിന്റെ ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു വരുന്നത് 2500 വർഷം മുൻപ് രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. 1500 വർഷം മുമ്പൊക്കെ രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ അതിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം. ആ മതഗ്രന്ഥത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന് ഡോക്ടർ ബി ജയരാജന് ഒരു സജഷനായി പറയാൻ കഴിയുമോ? തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? എല്ലാ അമ്പലങ്ങളിൽ അല്ല കെവിൻ പീറ്ററെ, ഞാൻ പറഞ്ഞത് കാലത്തെ ഓരോന്ന് വരും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. മാറ്റങ്ങൾ വരുത്തണമെന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാര്യം അവര് ഏകദൈവ വിശ്വാസികളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് സെമറ്റിക് മതങ്ങളുടെ കാര്യം വരുമ്പോൾ അതിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അതാത് മതങ്ങൾക്ക് വിടാൻ കഴിയുന്നത് പോലെ എന്തുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യത്തിൽ അത് ചെയ്യാത്തത്? നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? അതാ പ്രകൃതം. എന്താ ചെയ്യാ, അങ്ങനെ ഒരു ജന്മം. നിങ്ങളൊരു ഭരണകൂടത്തിന്റെ വക്താക്കളാവുമ്പോ ഇത് തുല്യമായിട്ടായിരിക്കട്ടെ. വിശ്വാസമായതുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തെ മാത്രം ആക്രമിക്കാം, ബാക്കിയുള്ള സാധനത്തെയൊക്കെ നമുക്ക് പോക്കറ്റിൽ ഇടാം എന്നുള്ളത് എവിടുന്നാണ് വരുന്നത്? ഇനി ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മതത്തെ വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. മനക്കെത്ര മേനവന്മാര് വിവരദോഷികളല്ല, വിവരദോഷികളാണെന്ന് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്താൻ തന്നെ എന്റെ തീരുമാനം. ഞാൻ അത് എന്റെ അവകാശമായിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ആരോപിക്കുകയാണ് ചെയ്തത്. എനിക്ക് ആരാ ഫണ്ട് ചെയ്യുന്നുണ്ട്? അപ്പൊ നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? എനിക്ക് അതാണ് അറിയേണ്ടത്. ഇനി അടവൊന്ന് മാറ്റിയാലേ രക്ഷയുള്ളൂ. നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് BJP-ക്കാരാണോ ഫണ്ട് ചെയ്യുന്നത്? എനിക്ക് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ BJP-ക്കാരുടെ B ടീം ആണെന്നുള്ളത്. അത് തന്നെയാണോ ഇവിടെ സംഭവിക്കുന്നത്? തെങ്ങിന്റെ
തെങ്ങിന്റെ തളപ്പിട്ടുണ്ട് കവുങ്ങി കയറാൻ ശ്രമിക്കരുത്. കവുങ്ങിന്റെ തളപ്പിട്ടുണ്ട് തെങ്ങി കയറാൻ താങ്കൾ ശ്രമിക്കരുത്. നമ്മളെ കവുങ്ങിന്റെ തളപ്പ് വേറെയാണ്, തെങ്ങിന്റെ നല്ല ഒരു മിനിറ്റ്, നമ്മൾ അസൽ നല്ല മരുഭൂമിയിൽ ഈന്തപ്പന കയറി ശീലിച്ച ആളാ. കവുങ്ങും പനയൊക്കെ നമുക്ക് പുല്ലാണ്. ഓക്കെ, നിങ്ങൾ അതൊന്നും കയറി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, വേറെ വഴി വല്ലതും നോക്ക്. അല്ലെ, ഇതിനകത്തെ ജയരാജ് വല്ലാത്തൊരു താങ്കൾ ഈന്തപ്പന ഈ ഒട്ടകത്ത് യാത്ര ചെയ്തോളൂ, അതിനകത്ത് എനിക്ക് വിരോധമില്ല. നീ കുറെ നേരമായല്ലോടാ ചൊറിയാൻ തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് വർത്താനം പറയാം, മര്യാദയ്ക്ക് വർത്താനം ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ ആർ വി ബാബു. എനിക്ക് ജയരാജ, എനിക്ക് പറയാനുള്ളത് ഈ നിങ്ങളിപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കാണെന്ന് ഓർമ്മിച്ചോ. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ പിടിയിൽപ്പെട്ട ഒരു പ്രതിസന്ധിയില്ല. രാഷ്ട്രീയപരമായി അല്ല, ഞാൻ പറഞ്ഞോട്ടെ ജയരാജ്, ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോ BP കൂടി? ഞാൻ പറഞ്ഞോട്ടെ ജയരാജ്, നിങ്ങൾ ഒരു പിടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്യന്തികമായ താത്വിക പ്രശ്നങ്ങളെ നിങ്ങൾ അടിയറ വെച്ചോ. നിങ്ങൾ നേരത്തെ ഇവിടെ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ശരീഅത്തിനെതിരെ ഏറ്റവും ശക്തമായി വാദം ഉന്നയിച്ചത് നമ്പൂതിരിപ്പാടായിരുന്നോ? ആ ശരീഅത്ത് ശരിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് നിങ്ങളുടെ പാർട്ടിയാണ് സർ. നീ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? പക്ഷെ പേടിച്ചില്ല. ആരുടെ മുന്നിൽ നിങ്ങൾ അടിയറ വെച്ചു? വിളിക്കാം, അത്രേ ഉള്ളൂ. ഇതേപോലെ ഇരുന്ന് വിളിക്കാം. നിങ്ങൾ ഇത് പറയുന്നത് വിചാരിക്കുന്ന നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ? നിങ്ങൾ വിചാരിക്കുന്നത് നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കാമെന്നാണോ? നിന്റെ ട്രാക്ക് ശരിയല്ല. നിങ്ങൾക്ക് ഗണപതി മിത്താണ് എന്ന് പറയാം. സഖാവ് ഗോവിന്ദനോട് ചോദിച്ചപ്പോ അള്ളാഹു മിത്തല്ലെന്നാ പറഞ്ഞേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. അന്ന് പത്രക്കാര് സഖാവ് ഗോവിന്ദനോട് ചോദിച്ചപ്പോ അള്ളാഹു മിത്താണോ ചോദിച്ചു. അള്ളാഹു മിത്തല്ല, ഗണപതി മിത്താണ്. അയ്യോ, ഇവൻ വെറുതെ ഓരോന്ന് പറയാ. അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്, അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ കാപട്യം ഉണ്ടോ? ഈ കാപട്യം ജനങ്ങൾ കാണുകല്ലേ ജയരാജ്? നിങ്ങൾ ഇനി എത്ര സുഗന്ധം നിങ്ങളുടെ ശാസ്ത്രത്തെ ജനങ്ങൾ വലിച്ച് പുറത്തിട്ട് ചവിട്ടും ജയരാജ. പുഴുത്തു ഹിന്ദു ഐക്യവേദി കൊണ്ട് നടക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത്, അതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ ഒരൊറ്റ സ്ഥലത്തേക്ക് ഒതുങ്ങി നിൽക്കുകയല്ലേ? വർഗീയതയുടെ പച്ചയായ വർഗീയതയുടെ അല്ലെങ്കിൽ ഉത്തരം താങ്ങികളായിട്ടുള്ള പല്ലികളുടെ സ്ഥിതിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്റെ പേഴ്സണൽ അഭിപ്രായം പറയട്ടാ. ഇപ്പൊ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം, പെരുവഴിയിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ജയരാജനെ. ഇനി ജയരാജനെ ആരും ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ശ്രീ കെവിൻ പീറ്ററോടും ആരിഫ് ഹുസൈനോടും പറയാനുള്ളത്. Mamsi mam bing bing boo, tum tum sastena se, taar chimak gayi chhati se. Mamsi bing